ഇവിടെ രണ്ട് തരത്തിലുള്ള സെക്യുലറിസം, അതായത് മതേതരത്വമാണുള്ളത്. അതൊരു ഉപമയിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. 5 പേര് നിരന്ന് നിൽക്കുകയാണ്. അതിലൊരാളുടെ കയ്യിൽ നല്ല ബിരിയാണി ഉണ്ട്, മറ്റൊരാളുടെ കയ്യിൽ എല്ലാ വിഭവങ്ങളോടും കൂടിയ സദ്യ ഉണ്ട്, മറ്റൊരാളുടെ കയ്യിൽ പുട്ടും കടലയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ബീഫും പൊറാട്ടയുണ്ട്, അവസാനത്തെ ആളുടെ കയ്യിൽ ദോശയും ചട്നിയുണ്ട്. ഇതിലൊരു സെക്യുലറിസം ഇവരോട് പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം അവിടെ കളഞ്ഞു വരൂ, ഇവിടെ വേറെ ഫുഡുണ്ട്, അത് നമുക്ക് കഴിക്കാം, നിങ്ങളുടെ കയ്യിലുള്ളതൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന്. മറ്റൊരു സെക്യുലറിസം ഇവരോട് പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ വിഭവങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരും, ഇതെല്ലാം ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടു കൂടി നമുക്ക് കഴിക്കാം എന്ന്. ഇതില് ഏത് സെക്യുലറിസം ഏത് രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് കേരളത്തിൽ ഫോളോ ചെയ്യുന്നു? ഇതിൽ പോസിറ്റീവ് സെക്യുലറിസം എന്നും നെഗറ്റീവ് സെക്യുലറിസം എന്നും ഓരോ സെക്യുലറിസത്തിനും പറയും. അത് ഏതാണ്? നിങ്ങൾക്ക് ഏത് സെക്യുലറിസത്തോടാണ് യോജിക്കാൻ കഴിയുക? ഇതെല്ലാം ഒന്ന് കമന്റ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റഫീഖുൽ അഹമ്മദ്. താങ്ക് യു.